ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള വിജയമാണ് കഴിഞ്ഞ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കൊയ്തെടുത്തിട്ടുള്ളത്. അതായത് 80 ലോക്സഭാ സീറ്റുകളിൽ 71 BJP സ്വന്തമാക്കിയിട്ടുണ്ട്. അവിടെയുള്ള ഒരു വലിയ സത്യമെന്ന് പറയുന്നത് UPA സർക്കാരിൻ്റെ ഭരണപരിഷ്കാരങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള പ്രവർത്തികളായി മാറിയപ്പോൾ ഹൈന്ദവരോടൊപ്പം മുസ്ലിങ്ങളും BJPയുടെ വോട്ട് ബാങ്കിനെ സ്വാധീനിച്ചു എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഉത്തർപ്രദേശിൽ BJPക്ക് വോട്ട് ചെയ്തവരിൽ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അതായത് കോൺഗ്രസിൻ്റെ ചില ഭരണപരിഷ്കാരങ്ങൾ മുസ്ലിങ്ങൾക്ക് മേലിൽ അധംപതിച്ചു നിന്നപ്പോൾ അതിനെ അവർ ചോദ്യം ചെയ്തത് BJPക്ക് വോട്ട് നൽകിക്കൊണ്ടായിരുന്നു. പക്ഷേ വോട്ട് നൽകിയവരും അതേ ചെയ്തി തുടർന്നു പോയതിന് മുസ്ലിങ്ങൾ എന്ത് പിഴച്ചു എന്നുള്ള ഒരു ചോദ്യവും അവിടെ അവസാനിക്കുന്നുണ്ട്. എന്നാൽ പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിൻ്റെ ചുമതലയേറ്റ്, അതായത് കിഴക്കൻ ഉത്തർപ്രദേശിൻ്റെ ചുമതലയേറ്റ് ഉത്തർപ്രദേശിലേക്ക് കടന്നു വന്നപ്പോൾ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമെന്നുള്ള ഒരു വലിയ സത്യമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചില നയങ്ങളും ചില തീരുമാനങ്ങളും മുസ്ലിങ്ങൾക്കെതിരെയായിരുന്നു UP ഭരണകൂടത്തിൻ്റേത്. എടുത്തു പറഞ്ഞാൽ യോഗി ആദിത്യനാഥിൻ്റെയും സംഘത്തിൻ്റെയും ചില തീരുമാനങ്ങളും മുസ്ലിങ്ങളെ വേട്ടയാടാൻ വേണ്ടി മാത്രമായിരുന്നു. ചില വ്യാജ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടവരിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വലിയ സത്യവും പൊതുജനം അവിടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് ഹൈന്ദവ വോട്ടുകളെ വരെ BJPയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കാരണവുമായി മുന്നിലോട്ട് വന്നു. പക്ഷേ എടുത്തു പറയേണ്ടത് ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം ഇപ്രാവശ്യം നിൽക്കുമെന്ന കാര്യത്തിലാണ് ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് പല മുസ്ലിം മേഖലകളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കോൺഗ്രസിന് ഇപ്രാവശ്യം വോട്ട് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഹൈന്ദവ വോട്ടുകളോടൊപ്പം മുസ്ലിം വോട്ടുകളും കോൺഗ്രസിനോടൊപ്പം ഉത്തർപ്രദേശിൽ നിന്നുകഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു വിജയം ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതായത് സമാജ്വാദ് പാർട്ടിയെയും BSPയെയും മറികടന്നുകൊണ്ടുള്ള ഒരു വിജയമല്ല, മറിച്ച് അവർക്കൊപ്പം നിന്നുള്ള ഒരു വിജയം കോൺഗ്രസ് നേടുമെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നുള്ളത്. എന്നാൽ BJPക്ക് വലിയ തിരിച്ചടിയും അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പശുവിൻ്റെ പേരിൽ കൊലപാതകം ചെയ്ത് മുസ്ലിങ്ങളെ ഇല്ലാതെയാക്കാൻ യോഗിയുടെ ഭരണകൂടം ശ്രമിച്ചു. കൊലയാളികളെ പരിപൂർണമായും സംരക്ഷിച്ചത് ഈ ഭരണകൂടം തന്നെയാണ്. എന്നാൽ പ്രിയങ്കയുടെ കടന്നുവരൽ മുസ്ലിങ്ങൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് കിഴക്കൻ ഉത്തർപ്രദേശിലെ 42 ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള പിന്തുണയാണ് മുസ്ലിങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം ദളിത് വോട്ടുകളും പ്രിയങ്കയ്ക്കൊപ്പം നിൽക്കുമെന്ന ഒരു സാഹചര്യവും ഉത്തർപ്രദേശിൽ കാണുന്നുണ്ട്. 11-ാം തീയതി പ്രിയങ്ക ഉത്തർപ്രദേശിൽ ഉടനീളം വാഹനയാത്ര നടത്തുന്നുണ്ട്. ഈ വാഹനയാത്രക്ക് ശക്തമായിട്ടുള്ള പിന്തുണയാണ് ഇപ്പോൾ തന്നെ പല മേഖലയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുക തന്നെ ചെയ്യും. കാരണം അവർ തിരിച്ചടിയിൽ നിന്ന് പാഠം ഒരുപാട് പഠിച്ചിട്ടുണ്ട്. 2014 UPA സർക്കാരിന് ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്നതിൽ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. ചില ഭരണപരിഷ്കാരങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങളെ UPA സർക്കാരിന് നേരെ കൈ ചൂണ്ടാൻ ഇടയാക്കിയത്. എന്നാൽ ചില തിരിച്ചറിവുകൾ അവർക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2014 നിലപാടായിരിക്കില്ല ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ എടുക്കുക, മറിച്ച് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെ നിന്നും വിളിച്ചോതുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.